നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബി.ജെ.പി. പ്രവർത്തകർ ഏറെ ആവേശത്തിലാണ്. കേരളത്തിൽ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങൾ സജീവമാക്കി ബി.ജെ.പി. ഇതിന്റെ ആദ്യപടിയായി ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രിയും തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. ജനുവരി 11 ഞായറാഴ്ചയാണ് അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തുക. എല്ലാ മണ്ഡലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകിയുള്ള പ്രവർത്തനത്തിനാണ് ബി.ജെ.പി. ഇക്കുറി മുൻതൂക്കം നൽകുന്നത്. മിഷൻ 2026 35 സീറ്റുകളിലാണ് ബി.ജെ.പി. പ്രധാനമായും കണ്ണുവെക്കുന്നത് എന്നാണ് വിവരം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നാമതും രണ്ടാമതും എത്തിയ മണ്ഡലങ്ങളും കാര്യമായ നിലയിൽ വോട്ട് നേടിയ മണ്ഡലങ്ങളുമാകും ഇവ. ഭരണം പിടിക്കുന്നതിനപ്പുറം 2026 കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന നിലയിൽ വളരുക എന്നതാണ് 35 സീറ്റുകളിൽ വലിയ ശ്രദ്ധ വെച്ചുള്ള ബി.ജെ.പി. തന്ത്രം. ജനുവരി 11 തിരുവനന്തപുരത്ത് എത്തുന്ന അമിത്ഷാ ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗത്തിലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിച്ച കൗൺസിലർമാരുടെ യോഗത്തിലും പങ്കെടുക്കും. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ കേന്ദ്രമന്ത്രി വി. മുരളീധരൻ, മുൻ അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ പ്രധാന നേതാക്കളെല്ലാം യോഗത്തിൽ സംബന്ധിക്കും. ഷായ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തലസ്ഥാനത്ത് എത്തും. ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. ഭരണം നേടിയതിൽ തലസ്ഥാന ജനതയെ അടക്കം പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. തലസ്ഥാനത്ത് പ്രധാനമന്ത്രി വമ്പൻ പ്രഖ്യാപനം നടത്തുമോ എന്നും ആകാംക്ഷയുണ്ട്. അതേസമയം മോദിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രചരണം തന്നെയാകും സംസ്ഥാനത്ത് ബി.ജെ.പി. പിന്തുടരുക. മോദിയെ മുഖമാക്കുന്നതിലൂടെ അക്കൗണ്ട് തുറക്കുന്നതിനപ്പുറം കൂടുതൽ സീറ്റുകൾ നേടാമെന്നതാണ് സംസ്ഥാന ബി.ജെ.പിയുടെ പ്രതീക്ഷ. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ കേന്ദ്രമന്ത്രി വി. മുരളീധരൻ, കെ. സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ പ്രധാന നേതാക്കളെ സ്ഥാനാർത്ഥികളാകാൻ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. നേമത്ത് മത്സരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ ആദ്യം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴക്കൂട്ടത്ത് മത്സരിക്കാൻ താൽപര്യമുണ്ടെന്ന് വി. മുരളീധരനും വ്യക്തമാക്കിയിട്ടുണ്ട്. കെ. സുരേന്ദ്രന്റെ പേര് പാലക്കാടാണ് സജീവ പരിഗണനയിലുള്ളത്. ശോഭാ സുരേന്ദ്രന്റെ പേര് കായംകുളത്താണ് പരിഗണിക്കുന്നത്. അതേസമയം കേരളത്തിൽ ദേശീയപാത നിർമ്മാണത്തിൽ പൂർത്തിയാക്കാനുള്ള മേൽപ്പാലങ്ങൾ ഇനി തൂണുകളിൽ നിർമ്മിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയതായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നിലവിലുള്ള സംരക്ഷണ ഭിത്തി മോഡലിന് പകരമായാണ് തൂണുകളിൽ മേൽപ്പാലങ്ങൾ പണിയുന്നതെന്നും അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഈ പുതിയ രീതി ഹൈവേകളിൽ വലിയ ഗുണമുണ്ടാക്കുമെന്നും യാത്ര സുഗമമാക്കാൻ സഹായിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ വിവരിച്ചു. കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിൽ സംരക്ഷണ ഭിത്തി മോഡൽ പലയിടത്തും പാളിയതും അപകടങ്ങൾ ഉണ്ടാക്കിയതും ചെയ്തുവെന്നാണ് മേൽപ്പാലങ്ങൾ തൂണുകളിൽ നിർമ്മിക്കാനുള്ള നീക്കത്തിന് പിന്നിലെന്നാണ് വ്യക്തമാകുന്നത്. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് ഫെബ്രുവരി-മാർച്ച് മാസത്തോടെ അന്തിമ അംഗീകാരവും ലഭിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. പദ്ധതിക്കായി ഏറ്റെടുക്കുന്ന ഭൂമിയുടെ നഷ്ടപരിഹാര തുക കൃത്യമായി നൽകുമെന്ന് കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ റോഡ് വികസനത്തിന് ഈ പുതിയ നിർമ്മാണ രീതിയും ഔട്ടർ റിംഗ് റോഡ് പദ്ധതിയും വലിയ വേഗത നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് വടകര റീച്ചിൽ അഴിയൂർ മേഖലയിലെ സംരക്ഷണ ഭിത്തി നെടുകെ പിളർന്നെന്ന വാർത്ത ഇന്നലെയാണ് പുറത്തുവന്നത്. ചോമ്പാൽ ബ്ലോക്ക് ഓഫീസിനും കുഞ്ഞിപ്പള്ളി അണ്ടർപാസിനും മധ്യയുള്ള സംരക്ഷണ ഭിത്തിയാണ് പിളർന്നിട്ടുള്ളത്. കുഞ്ഞിപ്പള്ളി അണ്ടർപാസിനായി ഇരുഭാഗങ്ങളിലായി റോഡ് ഉയർത്തിയിരുന്നു. ഇതൊരു ഭാഗം അവസാനിക്കുന്നത് കുഞ്ഞിപ്പള്ളി ടൗണിലും മറുഭാഗം അവസാനിക്കുന്നത് ഈ ചോമ്പാൽ ബ്ലോക്ക് ഓഫീസിനടുത്തുമാണ്. സർവീസ് റോഡിന് സമീപമാണ് അപകടം നടന്നിരിക്കുന്നത്. നിർമ്മാണത്തിന്റെ ഭാഗമായി ഇവിടെ മണ്ണ് നിറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാരം കരക്കുന്നതോടുകൂടി ദേശീയപാത തകരുമെന്ന ആശങ്കയിലാണ് ദേശീയ പ്രദേശവാസികൾ ഉള്ളത്. റോഡ് നിർമ്മാണ ചുമതലയുള്ള കമ്പനിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രശ്നം നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുന്നതായും ആക്ഷേപമുണ്ട്. തകർന്ന സംരക്ഷണ ഭിത്തി മാറ്റി പണിയണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. മേയർ പദവി നൽകാത്തതിൽ ആർ ശ്രീലയ്ക്ക് അതൃപ്തിയുണ്ടെന്ന വാർത്ത തന്റെയോ ഡെപ്യൂട്ടി മേയറുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി. രാജേഷ്. ഏതോ ഓൺലൈൻ മാധ്യമത്തിൽ വന്ന വാർത്തയാണ് ഇത്. താനും ഡെപ്യൂട്ടി മേയറും പല തിരക്കുകളിലാണ്. എന്നാൽ കാര്യമെന്ന് അന്വേഷിച്ചിട്ട് ഇക്കാര്യത്തിൽ വിശദമായ മറുപടി നൽകാമെന്ന് വി. രാജേഷ് പറഞ്ഞു. ഭരണം ലഭിച്ച ദിവസം മുതലുള്ള കോർപ്പറേഷന്റെ കാര്യങ്ങൾ വളരെ നന്നായി നടക്കുന്നുണ്ട്. എല്ലാ കൗൺസിലർമാരും വളരെ നന്നായി പ്രവർത്തിക്കുന്നവരാണ്. ഇന്നലെ സംസ്ഥാന അധ്യക്ഷനും ആർ ശ്രീലേഖയും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ചർച്ച നടത്തിയിരുന്നു. എല്ലാ കാര്യങ്ങളും നന്നായി പോകുന്നു. ഡെപ്യൂട്ടി മേയർ വളരെ ആക്റ്റീവാണ്. കഴിഞ്ഞ 8 ദിവസങ്ങളായി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നും വി. രാജേഷ് കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറാകുമെന്ന ഉറപ്പിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്ന് ആർ ശ്രീലേഖ പറഞ്ഞിരുന്നു. കൗൺസിലറാകാൻ വേണ്ടിയല്ല മത്സരിപ്പിച്ചത്. ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലിലാണ് അവസാനം വി. രാജേഷ് മേയറും ആശനാഥ് ഡെപ്യൂട്ടി മേയറും ആയതെന്നും ശ്രീലേഖ തുറന്നടിച്ചിരുന്നു.